ഇതുപോലെ ഇലാസ്റ്റിക് ഷിറിങ് കൊടുത്തിട്ട് നമ്മുടെ ഫാബ്രിക്കിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി മെഷർമെൻറ്റിനേലും ഇരട്ടി മെഷർമെൻറ്റിൽ തുണി എടുത്തിട്ട് ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുക. വേസ്റ്റ് വരെയാണ് നമ്മൾ സാധാരണ ഷിറിങ് ചെയ്യാറ്. അതുവരെ നല്ല ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ലൈൻസ് വരച്ച് കൊടുക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഇലാസ്റ്റിക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. വലുതും ചെറുതുമായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ബോബിനിൽ കൈകൊണ്ട് വൈൻഡ് ചെയ്ത് കൊടുക്കുക. ലൂസായിട്ട് വലിച്ചു പിടിക്കാതെ സാധാരണ നോർമലായിട്ട് കൈകൊണ്ട് വൈൻഡ് ചെയ്ത് കൊടുത്തിട്ട് മെഷീനിൽ സെറ്റ് ചെയ്യുക. മേലെ നമ്മൾ നോർമൽ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഓരോ ലൈനിൽ കൂടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും തുണി നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഓൾറെഡി വന്ന ഗ്യാദേഴ്സിനെ ഒരുമിച്ച് പിടിച്ച് തുന്നി ഇങ്ങനെ പോവാതെ തുണി നല്ലോണം വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചെയ്തത് കാണാൻ അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, കാരണം ചെറിയൊരു പീസ് തുണി എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചൊരു ഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇത് മോൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഫാബ്രിക്കിന് നല്ലൊരു ടെക്സ്ചർ കൊടുക്കാനും അത്യാവശ്യം താഴേക്ക് നല്ലൊരു ഫ്ലെയറിൽ ഒരു ഗ്യാതറിങ്ങിൻ്റെ അതേ സ്റ്റൈൽ കൊണ്ടുവരാനും നമുക്ക് ഈ ഇലാസ്റ്റിക് ഷിറിങ് ഹെൽപ്പ് ചെയ്യും. സോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്യൂട്ടോറിയൽസിന് ഫോളോ ചെയ്ത് വെച്ചോ.